കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു സംസ്ഥാനം അവിടെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അവർക്ക് വെടിവെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മൃഗങ്ങളെ, അല്ലെങ്കിൽ അത് ചെയ്യിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുകയാണ്. ഈ അവസ്ഥ അധികം നാൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മൾ കബളിപ്പിക്കപ്പെടരുത്. ഈ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം. അതിനുള്ള സാഹചര്യം ഉളവാകണം. ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി, ഈ വണ്ടി ആക്സിഡന്റ് ആകുമ്പോൾ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണലുണ്ട്. അതുപോലെ തന്നെ വൈൽഡ് ആനിമൽ അറ്റാക്ക് ക്ലെയിം അതിന് വേണ്ടിയിട്ടൊരു ട്രൈബ്യൂണൽ ഉണ്ടാക്കണം. അങ്ങനെ പുതിയ ട്രൈബ്യൂണൽ ഉണ്ടാക്കി ഈ കേസുകൾ പരിഹരിക്കാൻ സാധിക്കണം. ഇത് കേസ് ഞാൻ ഓർക്കുന്നുണ്ട്, 5 വർഷം മുമ്പുള്ള കേസുകൾ ഇപ്പം തുടർന്നോട്ട് പോവുകയാണ്. ഒരു പരിഹാരവും ഇല്ല. അപ്പം വന്യമൃഗങ്ങൾ മൂലം ജീവൻ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഭൂമി നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ വിളവ് നഷ്ടപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുവാനായിട്ട് ട്രൈബ്യൂണൽ സ്ഥാപിച്ച് കേസുകൾ പെട്ടെന്ന് തീർക്കുവാനുള്ള സാഹചര്യം ഉളവാക്കണം. ഇനി ഒരു കാര്യം നാം ആഗ്രഹിക്കുന്നുണ്ട്. ഈ കേസുകളുടെ പിന്നാലെ ഓരോ വ്യക്തിയും പോകുന്നതിന് പകരം നമ്മുടെ രൂപതയിൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് നിയമസഹായം നൽകുവാനായിട്ട് ഒരു ലീഗൽ സെൽ നമ്മൾ സ്ഥാപിക്കുന്നതായിരിക്കും. ജനങ്ങൾ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.